നമസ്കാരം. കേരളത്തിലെ പി.എൻ.സി മാക് എൽ.ബി.എസ് അപ്ഡേറ്റ്സുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൽ.ബി.എസ് പോർട്ടലിൽ വന്നിട്ടുള്ള നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളെയും സംബന്ധിച്ച ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത് എൽ.ബി.എസ് കറക്ഷൻ വിൻഡോ ഡേറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എൽ.ബി.എസ് അഡ്മിഷൻ പോർട്ടലിനെ സംബന്ധിച്ചാണ്. എൽ.ബി.എസിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം അപേക്ഷകൾ പരിശോധിച്ച ശേഷമുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാൻഡിഡേറ്റ്സ് പോർട്ടൽ ജൂലൈ 28-ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ കൊടുത്ത വിവരങ്ങൾ ശരിയായി പോർട്ടലിൽ വന്നിട്ടുണ്ടോ, +2 മാർക്ക് കാറ്റഗറി, റിസർവേഷൻ, മറ്റ് അക്കാഡമിക് വിവരങ്ങൾ എന്നിവ കൃത്യമായി എൽ.ബി.എസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജൂലൈ 28 മുതൽ അവസരം ലഭിക്കുന്നതാണ്. 2026-ൽ +2 പാസ്സായ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ ഡാറ്റാബേസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ചിലപ്പോൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുള്ള മാർക്കും എൽ.ബി.എസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മാർക്കും ഒരിക്കൽ കൂടി പരിശോധിച്ച് ശരിയാണ് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക. കാരണം മിക്കപ്പോഴും തെറ്റുകൾ വരാറുള്ളത്. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങളും കറക്റ്റ് ചെയ്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാർക്കിലോ കാറ്റഗറിയിലോ മറ്റ് വിവരങ്ങളിലോ മാറ്റം വരുത്താനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നത്. അതിനാൽ ജൂലൈ 28-ന് തന്നെ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായി പരിശോധിച്ച് ആവശ്യമായ കറക്ഷൻ നടത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ഏതെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി തിരുത്തണം. അല്ലാത്തപക്ഷം അപേക്ഷകൾ നിരസിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ OBC തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെടുന്ന അപേക്ഷകർ അവരുടെ കാറ്റഗറി തന്നെയാണോ LBS പോർട്ടലിൽ കാണിച്ചിരിക്കുന്നത്, അതോ അതിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് പരിശോധിച്ച് ആവശ്യമെങ്കിൽ കറക്ഷൻ നടത്തേണ്ടതാണ്. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് പി.എൻ.സി മാക്, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ചാണ്. പുതിയ പി.എൻ.സി മാക് അപ്ഡേറ്റ് അനുസരിച്ച് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് നിരസിച്ച ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റും പി.എൻ.സി മാക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധാരാളം അപേക്ഷകർ ആണ് വിവിധ കാരണങ്ങളാൽ റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. മാർക്ക് വിവരങ്ങൾ ശരിയായി നൽകാത്തതുകൊണ്ടും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാത്തതും ഫോം ഇൻകംപ്ലീറ്റായി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അപേക്ഷകളും നിരസിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പി.എൻ.സി മാക് വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. റിജക്റ്റഡ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കറക്ഷൻ വരുത്തി വീണ്ടും അപ്ലോഡ് ചെയ്യുക. പി.എൻ.സി മാക്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാൻ ഇനി മറ്റൊരു അവസരം ലഭിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പി.എൻ.സി മാക്കിൻ്റെയും LBSൻ്റെയും എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കാനും BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് അഡ്മിഷൻ കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങൾ എന്നിവയെക്കുറിച്ചും ഉള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സ്ഥിരമായി ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.